നോക്ക്, കുടുംബം ഉണ്ടാകുന്നത് എവിടുന്ന? വിവാഹത്തിൽ നിന്നാണ്. കുടുംബം ഉണ്ടാകുന്നത് വിവാഹത്തിൽ നിന്നാണ്. വിവാഹത്തോടൊരു നോ പറയുന്ന പുതിയൊരു കൾച്ചറിലേക്ക് നമ്മുടെ തലമുറകൾ എത്തിയിരിക്കുകയാണ്. കുട്ടികളോട് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞാൽ എന്താ പറയാ? +2 പ്രായത്തിൽ നമ്മൾ പറയൽ തുടങ്ങും, ഡിഗ്രി കഴിയാതെ നിങ്ങൾ ആലോചിക്കന്നെ വേണ്ടെന്നറിയും. ഡിഗ്രി കഴിഞ്ഞാൽ പറയും PG കഴിയട്ടെ എന്ന്. PG കഴിഞ്ഞാൽ പറയും ജോലി കിട്ടട്ടെ എന്ന്. ജോലി കിട്ടിയാൽ പറയും എനിക്ക് കല്യാണമൊന്നും വേണ്ട. എത്ര കുടുംബങ്ങളിൽ ഉമ്മമാര് കരഞ്ഞ് ജീവിക്കുന്നുണ്ട്. എത്ര ആൺകുട്ടികൾ കല്യാണ കാര്യത്തിൽ ഇത്തരം ഒരു വിഷയത്തിലേക്ക് വരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, വളരെ തെറ്റായ നരേശനാണ് കല്യാണത്തിനെതിരിൽ നടക്കുന്നത്. കോമഡി ഷോകളിൽ, ഫിലിമുകളിൽ, ട്രോളുകളിലൊക്കെ കേട്ടോ. നമ്മൾ ഈ വയനാട് ഇഷ്യൂ, അവിടെ ദുരന്തം കത്തിപ്പടർന്ന കാലത്ത് ഞാൻ കണ്ടൊരു വീഡിയോ ഉണ്ട്. അതിന്റെ താഴെ ഒരു കമന്റും ഉണ്ട്. ഒരു മനുഷ്യന്റെ മക്കളും പേരക്കുട്ടികളും ഒക്കെ പോയി. ഭാര്യന്റെ വീട്ടിലായതുകൊണ്ട് ഭാര്യ രക്ഷപ്പെട്ടു, മൂപ്പരും രക്ഷപ്പെട്ടു. ഞാനോ അവളും മാത്രമേ ഉള്ളൂ. വയസ്സാം കാലത്ത് ഞങ്ങൾക്ക് ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ കരയുമ്പോ താഴെ ഒരു ചങ്ങാതിന്റെ കമന്റ്, കമ്പ്യൂട്ടർ മുഴുവൻ എന്താ പറയാ, അത് കംപ്ലീറ്റ് അതിലുള്ളതൊക്കെ ഒഴിവാക്കിയിട്ടും വൈറസ് പോയില്ലല്ലേ. കമ്പ്യൂട്ടർ മുഴുവൻ അതിലുള്ളതൊക്കെ ഒഴിവാക്കിയിട്ടും വൈറസ് പോയില്ലല്ലേ. അപ്പോ എന്താണ് ഇപ്പൊ അവിടെ ഭാര്യക്ക് കൊടുക്കണ ഒരു ഇത്? ഭാര്യക്ക് കൊടുക്കുന്ന ഒരു പൊസിഷനാണത്. നമുക്ക് തോന്നുന്നു ഇതൊന്നും എവിടെയും ബാധിക്കൂല. സ്കിറ്റുകളിലും കോമഡികളിലും കഥകളിലും ഒക്കെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു വണ്ടിയും വിലയായിട്ട് ചിത്രീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു അല്ലെ. കബറങ്ങ ചെന്നിട്ട്, ഭർത്താവിന്റെ കബറങ്ങ ചെന്നിട്ട് ഭാര്യ പറയാ, ഭർത്താവിന്റെ കബർ ഒന്നുമില്ല, ഞങ്ങൾ ട്രോൾ എന്ന് വെറുതെ കൊടുത്താൽ കിട്ടും. ഞാൻ അങ്ങനെ കൊടുത്തപ്പോൾ കിട്ടിയതാണ് ഞങ്ങളോട് പറയണത്. 1000 സാധനം കിട്ടാനുണ്ട്. ഭാര്യ എന്നിട്ട് പറയണേ, എന്താ നമ്മളെ മോൾക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ വേണം, നമ്മളെ മോനെ ഒരു ബൈക്ക് ബുള്ളറ്റ് വാങ്ങണം, എനിക്ക് കുറച്ച് സ്വർണം വാങ്ങണം. അപ്പൊ ഭർത്താവ് ഖബർന്ന് പറഞ്ഞു എന്നാണ്, എടീ ഞാൻ ദുബായിക്ക് പോകുന്നതല്ല, ഞാൻ ഖബറിലാണ്. ഇപ്പൊ ഈ ഭാര്യ എന്ന് പറയുന്നത് ഇതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക ജീവിയാണെന്ന് മനസ്സിലാക്കുന്നിടത്തൊക്കെ. ഇനി സ്ത്രീകളാണെങ്കിലോ ഇതൊരു വണ്ടിയും വലയാണ്. ഇപ്പോ സാധാരണ ഈ സർക്കാർ സ്കൂളുകളിലും മറ്റു ഓഫീസുകളിലൊക്കെ ടൂറിന്റെ കാര്യം വരുമ്പോ ഭർത്താവില്ലാതെ ഭാര്യയില്ലാതെ ടൂർ പോണതാ ട്രെൻഡ്. ഒറ്റക്ക് ടൂർ പോണതാ ട്രെൻഡ്. അതൊക്കെ ഒരു കെട്ടുപാടാണ്, അതൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ളിടത്തേക്ക് നമ്മുടെ ആളുകൾ കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. അപ്പോ വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം കഴിക്കാത്ത കുട്ടികളോട് ഞാൻ പറഞ്ഞുതരാം എന്തറിയോ, എന്തുകൊണ്ട് കല്യാണം കഴിക്കണം. ഒരു 3-4 മിനിറ്റ് എടുത്തിട്ട് പറയാം. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് നമ്മളെ ചോയ്സ് ഒന്നുമല്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ഒരാള് ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ കല്യാണം കഴിക്കുക എന്നുള്ളത് ഫറളാണ്.